ഇതാണ് നിലംപുന്ന എന്നുള്ള സസ്യം. ഇതിന്റെ ശാസ്ത്രീയ നാമം അക്രോട്രേമ അർണോറ്റിയാനം എന്നാണ്. സാധാരണ പശ്ചിമഘട്ടത്തിലെ വനങ്ങളിലും കുന്നിൻ പ്രദേശങ്ങളിലും ധാരാളമായി കാണപ്പെടുന്ന ഒരു സസ്യമാണ് ഈ നിലംപുന്ന എന്നുള്ള സസ്യം. ആനച്ചുവടിയുടെ വർഗത്തിൽപ്പെടുന്ന ഒരു സസ്യമാണ് ഈ നിലംപുന്ന എന്നുള്ള ഈ സസ്യം. ആനച്ചുവടിയേക്കാളും വളരെ വലിയ സസ്യമാണ് ഈ നിലംപുന്ന എന്നുള്ള സസ്യം. ഇതിന്റെ ഇലകൾ ചെറിയ ഇലകൾ വരുമ്പോൾ നല്ല റെഡ് കളറും അത് കഴിഞ്ഞിട്ട് ആ ഇലകൾ നല്ല മൂപ്പെത്തുമ്പോൾ പച്ച കളറും ആയി മാറുന്നു. ഇതിന്റെ പൂക്കൾക്ക് നല്ല മഞ്ഞ നിറമുള്ള പൂക്കളാണ് ഈ നിലംപുന്ന എന്നുള്ള സസ്യത്തിന് ഉള്ളത്. ഇതിന്റെ ഇലകളുടെ അടിഭാഗം ഒരു കോപ്പർ നിറത്തിലുള്ള കളറായിരിക്കും ഈ ഇലകളുടെ അടിഭാഗത്തിന് ഉള്ളത്. ഇതിന്റെ തളിരിലകൾ ചുവപ്പ് നിറത്തിലുള്ളതും പച്ച നിറത്തിലുള്ള ഇനങ്ങളും ഈ വിഭാഗത്തിൽ ഉണ്ട്. ഇത് സാധാരണ വനങ്ങളിൽ വൻ പാറകളുടെ ചരിവുകളിലും വൻ വൃക്ഷങ്ങളുടെ ചുവട്ടുകളിലുമാണ് ഇത് കൂടുതലായിട്ട് ഈ സസ്യത്തെ കണ്ടുവരാറുള്ളത്. ഇതിന്റെ ഇലകൾ രോമാവൃതവും ഞരമ്പുകൾ നല്ല വ്യക്തമായി കാണാൻ കഴിയുന്ന ഇലകളാണ് ഇതിനുള്ളത്. ഇതേ വർഗത്തിൽ തന്നെ വൃക്ഷത്തിലുള്ള സസ്യവും ഉണ്ട്. അത് മലമ്പുന്ന എന്നറിയപ്പെടുന്ന ഒരു സസ്യമാണ്. ഈ വൃക്ഷമായിട്ട് ഇതിൽ നമ്മുടെ അവിടെയൊക്കെ അറിയപ്പെടുന്ന ഒരു സസ്യം. പഴയ കാലങ്ങളിൽ വനപ്രദേശത്ത് താമസിക്കുന്നവർ ഒരു പ്രധാന ഔഷധമായി ഉപയോഗിച്ചിരുന്ന സസ്യമാണ് നിലംപുന്ന എന്നുള്ള സസ്യം. ഇത് പ്രധാനമായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് മുടി കൊഴിച്ചിൽ, താരൻ എന്നിവയ്ക്കൊക്കെ ഇത് എണ്ണ കാച്ചാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു സസ്യമാണ് നിലംപുന്ന എന്നുള്ള ഈ സസ്യം. തലവേദനയ്ക്ക് ഇതിന്റെ ഇല അരച്ചുണ്ടാക്കുന്ന ലേപനം പ്രധാനമായും ഒരു ഔഷധമായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഉപ്പൂറ്റി വിണ്ടുകീറുന്നതിന് വനപ്രദേശത്ത് താമസിച്ചിരുന്നവർ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഔഷധമാണ് നിലംപുന്നയുടെ ഇലയും മഞ്ഞളും ചേർത്തുള്ള ലേപനം. അപ്പോൾ ഇതാണ് നിലംപുന്ന എന്നുള്ള ഈ സസ്യം. അപ്പോൾ വീണ്ടും ഔഷധ സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും ഒക്കെ വീഡിയോയുമായി വരുന്നതാണ്. ഓക്കെ, ബൈ.